ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമാണ്? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മളെ വീട്ടിലേക്ക് വിരുന്നും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അപ്പം കുറച്ച് കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി റെസിപ്പീസാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമുക്ക് രാത്രിക്കാണ് കേട്ടോ ഗസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പെല്ലാം അടിച്ചിട്ട് ഒരു 12:30 ഒരു ടൈമാവും റൂമിലേക്ക് എത്താൻ. അപ്പോൾ ഒരു 12 മണി 12:30 ഉള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വർക്കെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 12:30 ആ ഒരു ടൈം ഇട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഉച്ചയ്ക്ക് എനിക്ക് കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് ഷോപ്പിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സംഭവിച്ചു, അത് എന്തായാലും ഞാൻ പറയട്ടെ, വീഡിയോസിലൂടെ പറയാം. അപ്പോൾ അത് ഈസി ആയിട്ട് ഒരു പുഡിങ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മിൽക്ക് ബ്രെഡില്ലേ, ചെറുതാണ് എടുത്തിട്ടുള്ളത്, ഒരു 5-8 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു അടുപ്പത്ത് ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, ഓയിലല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡില്ലേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. 2 ഭാഗവും ഗോൾഡൻ കളറാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലൊരു കോക്കനറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതിനാണ് ഞാൻ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി 2 ഭാഗം ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ ബ്രെഡാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 6 മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 8-9 എടുത്തിട്ടുണ്ട്. നല്ലോണം ചെറുതാണ്, മിൽക്ക് ബ്രെഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ചൈന ഗ്രാസ് അവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ചൈന ഗ്രാസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മളെ ഇഷ്ടത്തിന് എടുക്കുക, പുഡിങ്ങൊക്കെ ആക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഫുള്ളായിട്ട് ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു പോട്ടില്ലേ, അതിനൊന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് കാസ്റ്റ് അയണിൻ്റെ പോട്ടാണ് കേട്ടോ, അത് സെറ്റാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ കുക്ക്വെയറില്ലേ, അത് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണ്ടി ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഷേപ്പെല്ലാം വ്യത്യാസമുണ്ട്, പക്ഷേ കാസ്റ്റ് അയണിൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല കളേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടി ഒരു ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കുക്ക്വെയറാണ് കേട്ടോ. ഇത് 3 പോട്ടും അതുപോലെ തന്നെ ഒരു ഫ്രൈ പാനും ആണ് കേട്ടോ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓരോരോ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. അതിലേക്ക് 4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വന്നാൽ ചൈന ഗ്രാസ് മെൽറ്റാൻ വെച്ചില്ലേ, അതും ഈ ഒരു പാലിലേക്ക് തിളച്ചതിൻ്റെ ശേഷം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ, പക്ഷേ പുഡിങ്ങിലെല്ലാം കുറച്ച് മധുരം വേണം കേട്ടോ, എന്നാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് വെച്ചില്ലേ, അതൊന്ന് ചൂടാറിയിട്ടുണ്ട്. അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിത് സെറ്റാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാല് തിളച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. തീ ഓഫ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി കേട്ടോ. പാലിൻ്റെ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബ്രെഡ് ചോപ്പ് ചെയ്ത് വെച്ചില്ല, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലേ ഞാൻ ഉണ്ടാക്കി സെറ്റായി വന്നപ്പം കുറച്ച് ബ്രെഡ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴേ ഒരു 4-5 ബ്രെഡ് എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടണ്ട, കുറച്ച് കട്ടിയായിട്ടുണ്ട് ചൂടാറിയപ്പോൾ.
അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 4-5 ബ്രെഡ് എടുത്താൽ മതി, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടി പോവണ്ട, അപ്പോൾ കൂടുതൽ കട്ടിയായി പോകുന്നുണ്ട്. അപ്പം എൻ്റെ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഇത് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചതൊന്ന് നടക്കുന്നതൊന്ന് ഇത് ചൂടാറിയിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് പിന്നെ ട്രേയിൽ ഒഴിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കില്ലേ ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന് ഫാദു പെട്ടെന്ന് വാ, ഒരു കസ്റ്റമർ വരുന്നുണ്ട്, നമ്മളെ ഫോളോവേഴ്സ് വന്ന് അതായത് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടാ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണലുണ്ടെന്ന് പറഞ്ഞ് ഫുജേറയെന്ന് അവിടെ നിന്ന് വരുന്നത് കറക്റ്റ് ഓർമ്മയില്ല, ഫുജേറയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് കാണണം, നിങ്ങളുടെ ഷോപ്പിൽ വന്നൊരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ മിക്സിൻ്റെ ജാറിൽ അടിച്ചതുമില്ല, ഞാൻ ഫാനിൻ്റെ ചോട്ട് കുറച്ച് കൊടുന്ന് വെച്ച് എന്നിട്ട് നേരെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്ക് പൈനാപ്പിൾ അത് പീസാക്കി വെക്കേണ്ട പൈനാപ്പിൾ, അതുപോലെ തന്നെ ഈ ഒരു മിക്സില്ലേ കുറച്ചൊന്ന് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം അടിച്ചിട്ട് വേണം ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എനിക്ക് അതിനൊന്നും ടൈമില്ല, എനിക്ക് പിന്നെ അവിടുന്ന് ഫോൺ വന്നല്ലേ, ഇപ്പോൾ അത് അബായ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് ചൂടാറിൻ്റെ ശേഷം വേഗം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് ഇത് സെറ്റാക്കാന്നുള്ളതിൽ. അപ്പം ചൂടാറുന്നതിൻ്റെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം റെഡിയായി. പിന്നെ അപ്പോഴേക്കും ഇതാ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പൈനാപ്പിൾ നല്ലോണം ചൂടാറിയിട്ടുമില്ല കേട്ടോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ടൈമും ഇല്ല. ഇനി ഞാൻ വരൽ ഒരു 10 മണിയാവും ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ, അപ്പോഴേക്കും ഇതെനിക്ക് ഒഴിച്ചിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റും വേണം. അപ്പോൾ പൈനാപ്പിളിൻ്റെ പീസ് ചെറുതാക്കി വെക്കേണ്ടടുത്ത് ഞാൻ വലിയ പീസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഇല്ലയെന്നുണ്ടെങ്കിലില്ലേ നിങ്ങൾക്ക് നട്ട്സും അങ്ങനെ ക്രഷാക്കിയിട്ട് അങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പൈനാപ്പിൾ ഉണ്ടായിരുന്നു ടിന്ന് വാങ്ങിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെറുതാക്കി പീസാക്കിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന്. വലിയ പീസ് തന്നെ ടിന്നിലുള്ളത് നേരെ എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തിരക്കായി വേഗം ഡ്രസ്സിട്ട് അപ്പം അത് വിളിച്ചിട്ടുണ്ടായി, അവരോട് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ വേഗം ഓടിയിട്ടാണ് ബാഗ് കൊടുത്ത് പെട്ടെന്ന് ഷോപ്പിലെത്തണമല്ലോ, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവരോടെത്തുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് ഷോപ്പിലെത്തണം. അങ്ങനെ ഞാൻ ഓടിയിട്ടാ. ഇങ്ങനെ ഓടുന്നതുകൊണ്ട് തന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടിട്ടാ, പുഡിങ് ആക്കിയ പാത്രമെല്ലാം ഉണ്ടല്ലേ അതൊന്നും കഴുകിയില്ല. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ടാ. പിന്നെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ എന്തെല്ലാം വിചാരിച്ചിനെ അറിയോ, ബീഫ് വേവിച്ചിട്ട് വെക്കണം, പിന്നെ പച്ച മസാല അരച്ചിട്ട് വെക്കണം, എല്ലാം ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. പത്തലുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ മാവെല്ലാം കുഴച്ചിട്ട് സെറ്റാക്കി വെക്കണം, അതെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും നടന്നില്ല. നേരെ ഷോപ്പിലേക്ക് വന്ന് പിന്നെ കസ്റ്റമർ വന്നിട്ട് അവർ പോയി കേട്ടോ, അവർ കണ്ട് സംസാരിച്ചിട്ടെല്ലാം പോയി. പിന്നെ നമുക്ക് ഒരു അബായൻ്റെ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു, ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതായത് ഓഫർ വീഡിയോന്ന് 3 പീസ് അബായ എടുക്കുകയെന്നുണ്ടെങ്കിൽ വെറും 149 ദിർഹമാണ് കേട്ടോ. ഒരു പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 59. ഓക്കെ. അപ്പം നമ്പർ ഇതാ, നമ്മളെ ഷോപ്പിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഇതാ അവിടെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഡെലിവറി ഇല്ല കേട്ടോ, ഇപ്പോൾ ഇല്ല. ദുബായ്, ഷാർജ, അജ്മാൻ കട ഡെലിവറി ഉള്ളതിപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 3 പീസ്, ഇതിപ്പോൾ ഓഫറിൻ്റെ സാധനമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പീസ് എടുക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം 52 സൈസിലാണ്, 59 ദിർഹത്തിൻ്റെ പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഇതെല്ലാം സൈസ് വരുന്നത് 52 കേട്ടോ. ഇതിൽ 56-ൻ്റെതും ചിലതെല്ലാം ഉണ്ട്, ചിലതില്ല. ഞാൻ വീഡിയോ ഇട്ട ടൈമിൽ തന്നെ കുറേ പീസ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 52 സൈസ് വരുന്നത്. ഇതെല്ലാം നല്ല അടിപൊളി ഇന്നറൊക്കെ വരുന്നതാണ്, ഒരുപാട് കളേഴ്സും, അതായത് ഇന്നർ വരുന്നതൊക്കെ ഒരുപാട് കളേഴ്സിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ നമ്മളെ ഷോപ്പിൽ വരിക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മാലിലാണ് കേട്ടോ. അമിന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഡ്രീംസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷേക്ക് ബിൽഡിംഗ് ഉണ്ട്, പഴയ ഒരു ഷേക്ക് ബിൽഡിംഗ് ആണ്. അതിൽ മിനിമാർട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നാൽ നമ്മളെ ഷോപ്പ് എത്തും കേട്ടോ. നമ്മളെ ബാക്കിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഒരു സൂക്കാണ് കേട്ടോ, പണ്ടത്തെ ഒരു സൂക്കാണ്, ഒരു അബായ സൂക്ക് എന്നെല്ലാം പണ്ട് പറഞ്ഞില്ല. ആ ഒരു ബിൽഡിങ്ങിൽ നോക്കിയാൽ തന്നെ മിനിമാർട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ കൂടെ, ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ഷോപ്പിലേക്ക് വന്നാൽ നേരെ ബാക്കിൽ തന്നെ കേട്ടോ നമ്മളെ ഫാസ് വരുന്നത്, ലൊക്കേഷൻ വരുന്നത്. അപ്പം ഇനിയിപ്പം അതും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ, അതിലൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷനൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം 52 സൈസ്, 56-ഉം 60-ലും
ഒക്കെ ഉണ്ട് കേട്ടോ സൈസ്. പക്ഷെ ഞാൻ അപ്പം കാണിച്ചിട്ടുള്ളത് 52 അപ്പം വീഡിയോ ഷൂട്ടാക്കാനുണ്ടായതുകൊണ്ടില്ലേ ഫാദു ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിനും വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ എത്തിയപ്പോൾ ഒരു 9:30 മണിയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കനും മിനി മാർട്ടിൽ നിന്ന് ചിക്കനും എടുത്തിട്ട് ഓടിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ്. അത് ഞാൻ നേരെ പോകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ പുറത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ചിക്കന് മിനി മാർട്ടിൽ ഒന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തണുപ്പൊന്നും പോയിട്ടില്ല. അപ്പം ചിക്കനും ബീഫും വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഗ്രീൻ മസാല അരക്കാനുള്ള മല്ലിയില 2 കെട്ടുണ്ട്. അത് വേസ്റ്റെല്ലാം ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അതുപോലെ തന്നെ പച്ചമസാലക്കുള്ള പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകില്ലേ കുറച്ച് വലുത്. ഈ ഒരു ഗ്രീൻ മസാലൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ് കേട്ടോ. ഇത് അരക്കുന്നതെല്ലാം ഇതൊരു കാസർഗോഡ് സ്പെഷ്യൽ ഒരു ബീഫിൻ്റെ കറിയാണ്. അപ്പം ഇതെല്ലാം ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ആ പച്ചമുളക് എരിവില്ലാത്ത തന്നെ എടുക്കണം കേട്ടോ. അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വാഷാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ മല്ലി വറുത്തിട്ട് എടുക്കണം കേട്ടോ. മല്ലി ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് വറക്കാനൊന്നുമില്ല, ഉള്ള ടൈമില്ല. ഞാൻ പറഞ്ഞല്ലോ 9:30 ഇവിടെ വന്നപ്പോൾ പിന്നെ വേഗം ഡ്രസ്സും ചേഞ്ച് ആക്കിയിട്ട് പെട്ടെന്നാവണമല്ലോ. 12:30 ആകുമ്പോൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ നല്ലോണം ലേറ്റ് ആവും കേട്ടോ. വീഡിയോസ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാക്കി എടുക്കാം. പക്ഷെ അതുപോലെ എല്ലാ വീഡിയോസ് എടുക്കുമ്പം അതിൻ്റെ ഇരട്ടി ടൈം വേണം. ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാം, 12 മണിയാകുമ്പോഴത്തേന് എൻ്റെ ഫുഡെല്ലാം റെഡി ആവണം, എല്ലാം സെറ്റാക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷെ 12:30 1 മണിയെല്ലാം ആയിന് കേട്ടോ. എല്ലാം സെറ്റായിട്ടെല്ലാം വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ല വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഇതിപ്പം ഞാൻ ഷോപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതെല്ലാം ചെയ്ത് വെക്കുകയെന്ന്, അതായത് ഗ്രീൻ മസാല ബീഫ് വേവിച്ചിട്ടെല്ലാം വെക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പത്തിരിക്ക് മാവെല്ലാം കുഴച്ച് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഓട്ടച്ചാട്ടമൊന്നും ഉണ്ടാവില്ല ഇനി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നത്, നമ്മളെ കാണണമെന്ന് പറയുന്നത്, നമ്മളെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇതൊരു സൈഡിൽ മാറ്റി വെക്കുക തന്നെ വേണം. എന്താ വെച്ചാൽ നമ്മളെ കാണണം, അത്ര ഒരു നമുക്കായാലും ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി കാണുന്നല്ലേ. അപ്പം അങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അത് പറഞ്ഞ് വേഗം പോരെന്ന് പറഞ്ഞപ്പം ഞാനൊന്നും നോക്കിയില്ല, എല്ലാം ഇട്ടിട്ട് ഓടിയതാണ്. നല്ല അൽഹംദുലില്ലാ അവർ വന്ന് ഷോപ്പിൽ വന്ന് സാധനമെല്ലാം എടുത്തിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടെല്ലാം പോയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ ബാക്കിൽ കുറേ പണി നടക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, ഇത് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. പച്ചമസാലയൊക്കെ അരച്ച് വെച്ച് ബീഫ് ഒരു ഭാഗത്ത് ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, ബീഫിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. ബീഫിൻ്റെ കറി ഞാൻ കാണിക്കുന്നില്ല, കുറേ വട്ടം കാണിച്ചതുകൊണ്ട് ഈ ചിക്കൻ്റെ വറവ് ഞാൻ കാണിക്കട്ടെ. അതിനായിട്ട് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പം 1 കിലോ വരുന്ന ചിക്കനാണ് കേട്ടോ. 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോഴല്ല കറിവേപ്പില ചേർത്ത് കൊടുത്തില്ല, ഞാൻ ലാസ്റ്റാണ് തിരക്കായതുകൊണ്ട് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. പിന്നെ അരച്ച മസാലയിൽ നിന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇറച്ചിക്ക് അരക്കുന്നില്ലേ മസാല, അത് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ എന്താക്കി, ഇപ്പോൾ എനിക്ക് പൊടി വറുക്കാനുള്ള ടൈമില്ല, പിന്നെ മസാല അരക്കാനുള്ള ടൈമുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ വറുത്ത പൊടിയല്ല കേട്ടോ, വറുക്കാത്ത പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക്, അതായത് ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം അതിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലേ അതിലേക്ക് നേരെ ചേർത്ത് കൊടുത്തിട്ടാ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ആ പൊടി ഒന്ന് വറുത്തെടുത്തിട്ടാ. നല്ലൊരു സ്മെല്ല് വരും, അതുവരെ വറുത്തെടുക്കട്ടാ. വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ബാക്കി വന്ന മസാല ഉണ്ടായിരുന്നു, അരച്ച മസാല, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച മസാലയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി ഇതെല്ലാം ചേർത്തിട്ട് അരച്ചതാണ്. മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം അതിലേക്ക്, അതായത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുക്കട്ടാ. മുളക് പൊടി സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്ക് വറുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, നേരെ
ഈ ഒരു ഉള്ളി വാട്ടിയതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത്, തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഉള്ളി വാട്ടിയിലേക്ക് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. ഈസി പണിയെടുത്തതാണ്. അല്ലെങ്കിൽ മുളക് അരച്ചതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്തെടുത്താൽ മതി കേട്ടോ. അതായത് ഇറച്ചി മസാലൻ്റെ മുളക് അരച്ചതില്ല, അത് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ്, എൻ്റെ അടുത്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് അതിൻ്റെ ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി വെന്തതിൻ്റെ ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ആക്കി നോക്കുക കേട്ടോ. പിന്നെ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഞാൻ ചിക്കന് ഊറ്റി എടുക്കാനൊന്നും ടൈമില്ലായിരുന്നു, അപ്പോൾ ചിക്കനെ അങ്ങനെ കഴുകിയിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ അതിൽ തന്നെ കിടന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഞാനില്ലേ എയർ ഫ്രയറിൽ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ വെച്ചിട്ടും തേങ്ങ വറുത്തെടുത്താൽ മതി. എനിക്ക് ഇതിന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എയർ ഫ്രയറിൽ വെച്ചതാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ വെന്ത് വന്നാൽ, അതായത് ഇങ്ങനെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാലും അതിലേക്ക് ആ വറുത്ത തേങ്ങ ഇല്ലേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ബോക്സ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെറിയ തേങ്ങ ഒന്നൊക്കെ ചേർത്ത് കൊടുക്കുക, കാരണം തേങ്ങ ചേർക്കുന്നതിലൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങ എത്ര ചേർക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചിക്കൻ വറവ്. കുറേ ആൾക്കാർ പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ഞാനും പല രീതിയിലും ഉണ്ടാക്കും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക, തേങ്ങൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കട്ടോ. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സാക്കിയിട്ട് പിന്നെ മൂടി വെക്കട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാന്ന് കേട്ടോ. ആദ്യം ഞാനില്ലേ ഗീ റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ആ ഒരു പോട്ടാട വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത്രയൊന്നും ഉണ്ടാവില്ല, അത് കുറച്ച് വലുതാണ്, അപ്പോൾ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇല്ല, അതായത് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത് 1 കിലോനാണ് കേട്ടോ. പിന്നെ പത്തലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ അത് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1 കിലോ എടുത്തതിനും കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 കിലോനൊക്കെ മതിയായിരുന്നു, പക്ഷെ ഞാൻ 1 കിലോന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അരി. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലുതല്ലെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചെറുത് തന്നെ വെച്ചിട്ടാണ്, വേറൊരു പോട്ടില്ല, അത് ഞാൻ ട്രെൻഡിൽ നിന്ന് വാങ്ങിച്ചാന്ന്. അപ്പോൾ അത് വെച്ച് നോക്കി. പക്ഷേ അതിൽ ഉള്ളിയെല്ലാം വാട്ടിയെടുക്കുമ്പോൾ എനിക്ക് തോന്നി വെള്ളം ഒഴിച്ച് പോകുമ്പോൾ ഇത് നടക്കൂല. എന്താ വെച്ചാൽ ഫുള്ള് വെള്ളം ഒഴിച്ച് അരിയെല്ലാം ഇട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടെ മീത്തൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോട്ട് മാറ്റിയിട്ടാണ്. പിന്നെ ആദ്യം എടുത്ത അതേ സ്റ്റീലിൻ്റെ ബോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകാൻ ഉണ്ടാക്കാന്നല്ലാതെ ഓർക്കുന്നില്ല. പിന്നെ ഇങ്ങനത്തെ തിരക്കിൽ നമ്മൾ അങ്ങനെ തന്നെയുള്ള 2-3 പണി ഒപ്പെടുക്കുമല്ലോ. ചിലപ്പം മിക്സിയിൽ എന്തെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂടിയിടാതെ മിക്സി അടിച്ച് അപ്പുറം ഇപ്പുറം എല്ലാം ഇങ്ങനെ ഞാൻ തിരക്കിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പണിയെല്ലാം, അതായത് ചിലപ്പോൾ മിക്സി ഓണാക്കിയിട്ടുണ്ടാവും, മിക്സിൻ്റെ ടോപ്പ് ഇട്ടിട്ടുണ്ടാവില്ല, ഫുള്ള് പണിയാവൂട്ടാ ഈ തിരക്കിൻ്റെ. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്. അങ്ങനെ എപ്പോഴും സംഭവിച്ചത്. പിന്നെ പത്തൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പത്തൽ ഞാൻ ലാസ്റ്റാണ് ചുട്ടെടുക്കുന്നത്. ഗീ റൈസ് സെറ്റാക്കി അതിന് ശേഷം പത്തലിൻ്റെ മാവ് കുഴച്ച് അപ്പോഴത്തേന് നമ്മളെ ഗസ്റ്റെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നതിൻ്റെ ശേഷമാണ് പത്തിരിയെല്ലാം ചുട്ടെടുക്കുന്നുള്ളത്. പത്തിരിയല്ല പത്തൽ കേട്ടോ. പിന്നെ ആ ഒരു പത്തൽ ചുട്ടെടുക്കുന്ന ആ ഒരു പാനില്ലേ, അത് ഞാൻ ട്രെൻഡികളിൽ നിന്ന് വാങ്ങിച്ചാട്ടാ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ഭാഗത്ത് നമുക്ക് ഗ്രില്ലാക്കാം, ഒരു ഭാഗത്ത് പത്തലും ചുട്ടെടുക്കട്ടോ. നല്ല അടിപൊളി പാനാണ്, നല്ല വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സാധനമാണ് കേട്ടോ. ഇപ്പം നല്ല ഓഫറുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പാൻ്റെ ഒരു കളക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. വേണ്ടിയത് നിങ്ങൾ സെലക്ട് ആക്കിക്കോളി. നല്ല അടിപൊളി പാനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. ഗസ്റ്റെല്ലാം വന്ന്, അപ്പോൾ ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് പരിചയപ്പെട്ട ഫ്രണ്ടാണ് കേട്ടോ. അവരെ ഫാമിലി നാട്ടിലേക്ക് പോവാന്ന്. ഇതാണ് സേഫ് കേട്ടോ. അപ്പം അവർ നാട്ടിലേക്ക് പോവാന്ന്. അപ്പം അവരെയും പിന്നെ വേറെ 2 ആൾക്കാരില്ല, അത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള കഫ്തേരിയയിലുള്ളവരാണ്. അപ്പോൾ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ ദിവസമായി ഇവർ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ റൂമിലേക്ക് വിളിച്ചിട്ട് ഫുഡാക്കിയിട്ട് കൊടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ ഷോപ്പെല്ലാം ഓപ്പൺ ആക്കി, അതുകൊണ്ട് എനിക്കൊന്നും നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരിക്കൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ടിക്കറ്റെല്ലാം എടുത്ത് അവർക്കതിന് തന്നെ ഒരുങ്ങണം എന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ അൽഹംദുലില്ലാ ഫുഡെല്ലാം റെഡിയായി സന്തോഷമായിട്ട് സമാധാനമായി. അൽഹംദുലില്ലാ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. അപ്പം അവരെ വിളിച്ചെന്നുള്ള സന്തോഷം. എനിക്കിങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം ഇപ്പം നമുക്ക് ഷോപ്പാണല്ലോ വലുത്, അപ്പം അതുകൊണ്ട് തന്നെ അതിലാണ് ഇപ്പോൾ നമ്മളെ ഫോക്കസ് ഉള്ളത് കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതിന് പറ്റിയ അൽഹംദുലില്ലാ ഇതെല്ലാം ഫാദറിൻ്റെ ചങ്ങായിമാർ തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പരിചയപ്പെട്ടാന്ന്. ഒന്ന് കഫ്തേരിയ ഒന്ന് റെസ്റ്റോറൻ്റാണ് കേട്ടോ സൈഫുക്കാക്ക്. അപ്പം പിന്നെ നമ്മളെ സ്റ്റാഫും ഉണ്ട് കേട്ടോ, നിഷ അവളും ഉണ്ട്. പിന്നെ ലാസ്റ്റ് മിൻറ്റ് സോഡ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫുഡൊന്ന് തയ്ക്കാനും വേണ്ടിയിട്ട്, രാത്രിയല്ലേ കഴിച്ചിട്ടുള്ളത്. അപ്പം അതെല്ലാം എല്ലാവരും കുടിച്ച് പിന്നെ കുറച്ച് ഗെയിമെല്ലാം കളിച്ച് കുറച്ചെല്ലാം സംസാരിച്ച് പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിൻറ്റ് സോഡ ഒന്നുമില്ല, അതെല്ലാം ഞാൻ വീഡിയോ ചെയ്തതാണ്. പുതിനയില പിന്നെ പഞ്ചസാര ലെമണും കൂടെ മിക്സിയിൽ ലെമൺ പിഴിഞ്ഞിട്ട് അതുപോലെ പഞ്ചസാര പുതിനയും കൂടെ മിക്സിയിൽ അടിക്കുക, എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് സോഡ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക എന്നിട്ടാണ്. പിന്നെ അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അപ്പുറത്ത് കുറേ സോഡ എല്ലാം താഴത്തേക്ക് പോയിട്ടെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ക്ലീനാക്കി തുടച്ചിട്ടെല്ലാം എടുത്തിട്ടാണ്. പിന്നെന്താ ഗെയിമെല്ലാം കളിച്ച് എല്ലാവരും പിന്നെ അവർ ആ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ ഗ്രീൻ മസാലിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് കൂട്ടുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഇതില്ല, അതും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെസിപ്പിയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുക, ചിക്കൻ്റെ ഇതെല്ലാം ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു. പിന്നെ ഓർമ്മയില്ല കേട്ടോ, ലാസ്റ്റ് പുഡിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗെയിമെല്ലാം കളിച്ച് കുറച്ച് സംസാരിച്ചിട്ടെല്ലാം ഇരുന്നല്ലേ, അതിൻ്റെ ശേഷമാണ് കേട്ടോ പുഡിങ് കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇത് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ബൈ.